നമസ്കാരം. CPM-ൻ്റെ പുതിയ അധുനാധുന സൈദ്ധാന്തികനും അതുപോലെ ഉടുമ്പൻചോലയിലെ MLA അതുപോലെ തന്നെ പാർട്ടിയുടെ വക്താവും പിണറായി വിജയന് വേണ്ടി നാവൊരു വാളായിട്ട് ഉപയോഗിക്കുന്ന മഹാനും ആണ് സഖാവ് MM മണി. അദ്ദേഹം മന്ത്രിയായിരുന്നു, മുൻ മന്ത്രിയാണ്, ഉത്തരവാദിത്വമുള്ള പദവികൾ വഹിച്ചാണ്. എന്നിട്ടും G. സുധാകരൻ അദ്ദേഹത്തെ പുന്നപ്രയിൽ നടത്തിയ തൻ്റെ പത്രസമ്മേളനത്തിൽ ഇടുക്കിയിലെ ഷൂ എന്നാണ് വിളിച്ചത്. അപ്പോൾ പാർട്ടി സൈദ്ധാന്തികനെ അംഗീകരിക്കാതിരുന്നത് കൊണ്ടുകൂടിയാവാം അവിടെ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലാകമാനം അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരൻ്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ വരെ നീളുന്ന മരിച്ചുപോയ KSU ഗുണ്ടകളാൽ കൊല്ലപ്പെട്ട അദ്ദേഹത്തിൻ്റെ സഹോദരന് പോലും സമാധാനം കൊടുക്കാതെ CPM-ൻ്റെ നേതാക്കൾ അവരുടെ ജില്ലാ സെക്രട്ടറിയായ R. നാസറിൻ്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളെ പോലെ വെച്ചേക്കില്ല. ഇതുവരെ ഇന്നോവ കാർ G. സുധാകരൻ്റെ പുന്നപ്രയിലെ വീട്ടിൽ വന്നിട്ടുള്ളത് മാത്രമാണ്. ഇല്ല, ഏതു നിമിഷവും പക്ഷേ വരാവുന്ന സാഹചര്യത്തിലാണ്. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ. എത്ര വെട്ടാണ് ഇനി കിട്ടാൻ പോകുന്നത് എന്ന് മാത്രമേ നമുക്കിനി കാണേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്നോവ കാർ വന്നില്ലെങ്കിൽ ഏത് നിമിഷവും ഒരു സ്ഫോടനമൊക്കെ ഉണ്ടാക്കാനും ഒക്കെ പറ്റും. ഏത് തെരഞ്ഞെടുപ്പും ഒരു പ്രശ്നമല്ല എന്നുള്ളത് CPM അവരുടെ പൂർവ്വകാല ചരിത്രത്തിൽ തിരഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യവുമാണ്. അപ്പോൾ ഈ MM മണിയെ പറ്റി ഞാൻ പരാമർശിക്കാൻ കാര്യം, MM മണി ഇപ്പോൾ പാർട്ടിയുടെ ഏറ്റവും വലിയ വൈതാളികനായിട്ടും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം പല കാര്യങ്ങൾ 1, 2, 3 നമുക്ക് സുപരിചിതമായിട്ടുള്ള പദപ്രയോഗമാണ്. ആരെപ്പറ്റി എന്തും. ഇടുക്കിയിൽ VS അച്യുതാനന്ദൻ എന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ കുടിയേറിയ ആൾക്കാരും അവരുടെ റിസോർട്ടുകളും നശിപ്പിക്കാൻ തുടങ്ങി. ഇനി വന്നേക്ക്, ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറയാൻ മടിക്കാത്ത പിണറായി പക്ഷക്കാരനാണ്, ശുദ്ധപക്ഷക്കാരനാണ് അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം പ്രാപ്തമായത്. അദ്ദേഹത്തിൻ്റെ ആശ്രിതന്മാർക്ക് എന്തും കൊടുക്കാൻ മടിയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇതൊന്നും കുഴപ്പമില്ല, അവരുടെ പാർട്ടി കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ വളർന്നിട്ട് പാർട്ടി മലക്കം മറിഞ്ഞുകൊണ്ട് അവരുടെ സത്യവാങ്മൂലം തിരുത്തിയപ്പോൾ, തിരുത്തുന്നുമില്ല കേട്ടോ, വ്യാഖ്യാനിക്കാനാവാത്ത വിധം, 2 വിധത്തിലും വ്യാഖ്യാനിക്കാനാവുന്ന വിധം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചു എന്നേ ഉള്ളൂ. അത്രത്തോളം താഴേണ്ടി വന്നു പാർട്ടിക്ക് ജനരോഷത്തിന് മുമ്പിൽ. അതാണ് സംഭവിച്ചത്. സ്ത്രീ പ്രവേശനം, യുവതീ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായിട്ട് വളരെ മാഗ്നാനിമസായിട്ട് എടുത്ത ആ സമീപനം അത് മാറ്റേണ്ടി വന്നു. ഞങ്ങളിതിൽ വിദഗ്ധരല്ല, വിദഗ്ധരായിട്ടുള്ള മതപണ്ഡിതന്മാരാണ് ഈ കാര്യത്തിൽ അവസാന അഭിപ്രായം പറയേണ്ടതെന്നുള്ള ഒരു ഒത്തുതീർപ്പിലെത്തിയ സന്ദർഭത്തിൽ ഇതിങ്ങനെ പോയത് മോശമായി പോയി. തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ടാണ് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം നടത്തിയത്. നമ്മൾ ഒരു ശരിക്കും പറഞ്ഞ ഒരു പിൻവാങ്ങൽ നടത്തിയത്, ഒരു തിരിഞ്ഞോട്ടം നടത്തിയത്, തോറ്റു പിൻവാങ്ങിയത് എന്നൊരു തോന്നലുണ്ടായി. അതൊരു നാണക്കേടായി തോന്നിയപ്പോൾ ഇനി ഹിന്ദു മതത്തിന് ഇട്ടുകൊടുക്കാൻ പറ്റിയത് ഇനി എന്താണെന്ന് വിചാരിച്ചു അതിന് ചുമതലപ്പെടുത്തി MM മണി. ആ ചുമതലപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം നേരെ അവരുടെ സഖാക്കൾ പലരും ജയിലഴിക്കുള്ളിലാകേണ്ടി വന്ന ശബരിമല സംഭവത്തെയല്ല, ശബരിമല അയ്യപ്പനെ തന്നെ നേരിട്ട് ആക്രമിക്കാൻ തുടങ്ങിയത്. ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ കാനന ക്ഷേത്രത്തിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് ആ മന്ത്രത്തിന് മേലുള്ള പ്രതിഷ്ഠയായിട്ട് അവിടെ ആർക്കും യാതൊരു തരത്തിൽ ഉള്ള ഉപദ്രവവും കൊടുക്കാതെ ഇരിക്കുന്ന ആ ദേവതയെ വളരെ മോശമായ ഭാഷയിൽ പരാമർശിച്ചിരിക്കുന്നു. ഇത് ഹിന്ദുക്കൾക്കെന്നല്ല, ഒരു ഭക്തനും ഒരു വിശ്വാസിക്കും ഒരിക്കലും മാപ്പ് കൊടുക്കാനാവാത്ത വിധമുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കുകൾ അതേപടി ഞാൻ പറയുകയാണ്. വിഷമമുണ്ട് ഇത് പറയുന്നതിൽ പബ്ലിക്കായിട്ട്. അയ്യപ്പനെ ആരും ഛർദ്ദിച്ചതല്ല, പ്രസവിച്ചതാണ്.
എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയാണ് പ്രസവിച്ചത്. അതുകൊണ്ട് അയ്യപ്പൻ എന്തിന് സ്ത്രീകളോട് വിരോധമുണ്ടാവണം, എന്തിനു നിരോധിക്കണം? ഇതാണ് മണി ചോദിച്ചിരിക്കുന്നത്. ഇതാണ് മണി ചോദിച്ചിരിക്കുന്നത്. ആ മണി ചോദിച്ചിരിക്കുന്നതല്ല, മണി ഛർദ്ദിച്ച വാക്കുകളാണ്, വിഷലിപ്തമായിട്ടുള്ള വാക്കുകൾ, അതീവ വിഷലിപ്തമായിട്ടുള്ള വാക്കുകൾ. ഈ എം മണിയെ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ മുഹമ്മദ് നബിയെക്കുറിച്ച് ഇങ്ങനെ ഒരു വാക്ക് പറയാൻ? മിണ്ടുമോ നിങ്ങൾ? അനങ്ങില്ല. നിങ്ങൾ അനങ്ങില്ല, അനങ്ങിയിട്ടില്ല ഇതുവരെ. നിങ്ങളുടെ ഈ ചെണ്ടകൊട്ടലൊക്കെ നടത്തുന്ന ഹിന്ദുമതം എന്തും ചെയ്യാൻ പറ്റുന്ന വഴിയരികിലെ ചെണ്ടയായിട്ടുള്ള ഹിന്ദുമതത്തോട് മാത്രമാണ്. ക്രിസ്തുമതത്തെക്കുറിച്ച് നിങ്ങൾ പറയൂ. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് പറയാൻ? മഗ്ദലന മറിയയും അല്ലെങ്കിൽ അവിടുത്തെ ക്രിസ്തുവിനെയും ചേർത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പലരും പറഞ്ഞിട്ടുണ്ട്, പല സാഹിത്യന്മാർ എഴുതിയിട്ടുമുണ്ട്, സാഹിത്യകാരന്മാർ എഴുതിയിട്ടുമുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്കതൊന്ന് ആവർത്തിക്കാം, ഒന്ന് വായിക്കാൻ പറ്റുമോ? മിണ്ടില്ല നിങ്ങൾ. ഒരു സൽമാൻ റുഷ്ദി പറഞ്ഞിരിക്കും, അത് അനുഭവിക്കാനും തയ്യാറായിട്ട്, അതിനുള്ള ധൈര്യം അയാൾക്കുണ്ടായതുകൊണ്ട്. നിങ്ങൾ ഈ മലമുകളിലെ ഗിരിപ്രഭാഷണം നടത്തുന്നത് ഹിന്ദുക്കൾക്കെതിരെ, അത് പറയാൻ ധൈര്യം വേണ്ട. കാരണം നിങ്ങളെ ഒരു കുന്തവും ചെയ്യില്ല ഹിന്ദുക്കൾ എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഒരു ഹിന്ദുവാണ്, അതുകൊണ്ടല്ല. ഇതൊന്നും കാര്യമായിട്ട് അവരെടുക്കില്ല. കാരണം നിങ്ങളുടെ ഈ വിഷലിപ്തമായ വാക്കുകൾക്ക് ഹിന്ദുമതത്തിന് ഒരു ചെറിയ പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിലും വിഷലിപ്തമായിട്ടുള്ള വാക്കുകൾ നിങ്ങളുടെ പൂർവികരും പൂർവ്വപിതാക്കന്മാരും ഒക്കെ ഉയർത്തിയപ്പോഴും ഒരു പോറലും ഏൽക്കാതെ വിശുദ്ധമായി നിലകൊള്ളുന്ന ഒരു മതമാണെന്നുകൊണ്ട് ഇതൊന്നും കേട്ടിട്ട് ഈ മിരട്ടലും ചൊറിച്ചിലും ഒന്നും അങ്ങനെ ഒരു തരത്തിലുള്ള ഇറിറ്റേഷനും ഉണ്ടാക്കുന്ന മതമല്ല ഹിന്ദുമതം. നിങ്ങൾ ഓടി വന്നിട്ട് നിങ്ങളുടെ വീടിന് നേരെ ബോംബെറിയാനും നിങ്ങളുടെ കാറിന് നേരെ കല്ലെറിയാനും ഉള്ള ഒരു മനോഭാവം ഇല്ലാത്ത, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന, ആ ധർമ്മത്തെ ഉൾക്കൊള്ളുന്ന ഒരു മതമായതുകൊണ്ട് അതാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. അവരുടെ പൊതുബോധമണ്ഡലം അതാണ്. നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഇവിടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, സഖാവേ, നിങ്ങളുടെ മന്ത്രിസഭയിലുണ്ടല്ലോ ഒരു ഗണേഷ് കുമാർ, ദൈവത്തിൻ്റെ പേരുള്ള ഒരു മന്ത്രി. ആ മന്ത്രി മാതിരി കാണിച്ചതുപോലെ സ്ത്രീകളോട് കാണിക്കുന്ന ഒരു ദൈവത്തെയാണോ നിങ്ങൾക്ക് വേണ്ടത്? സ്ത്രീകളിൽ നിന്നകന്ന്, സ്ത്രീകളിൽ നിന്നല്ല, അമ്മമാരും അമ്മുമ്മമാരും എല്ലാം വരുന്നുണ്ട്. അവരൊക്കെ പ്രസവിച്ച അമ്മമാരായിരിക്കും, പലവട്ടം പ്രസവിച്ച അവരുടെ മക്കൾക്കും കുഞ്ഞുങ്ങളുള്ളതായിരിക്കും. അവരെല്ലാം വരുന്നുണ്ട്, തൊഴുതിട്ട് പോകുന്നുണ്ട് ഭക്തിയോടുകൂടി. പലരും അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. അവിടെ വഴി കിട്ടാതെ വന്നപ്പോൾ പെട്ടെന്ന് വാതിലുകൾ തുറന്ന മിറാക്കിൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. സഖാവിന് വല്ലതും അറിയാമോ? ഇരുമുടിക്കെട്ട് ഇന്ന് വരെ ജീവിതത്തിൽ ഏന്തിയിട്ടുണ്ടോ? അതിൻ്റെ അനുഭവം ഉൾക്കൊണ്ടിട്ടുണ്ടോ? വെറുതെ ഇങ്ങനെ തറവേല പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനുഭവ ബോധ്യമുള്ളവരുണ്ട്. നിങ്ങളുടെ പാർട്ടി ആദ്യമായിട്ട് കേരളത്തിൽ ബാലറ്റിലൂടെ അധികാരത്തിലെത്തിയത് ശബരിമലയിൽ നടന്ന തീവയ്പ്പിനെ കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടാണല്ലോ. കേശവമേനോൻ കമ്മീഷൻ നടത്തിയ അന്വേഷണം പൂർത്തിവെച്ചിരിക്കുകയായിരുന്നു. അതുവരെ അത് കൊണ്ടുവരും, വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ജയിച്ചു പോയത്. എന്നിട്ട് ജനങ്ങളെ വഞ്ചിച്ചില്ലേ? ഇന്ന് വരെ പുറത്തു വന്നിട്ടുണ്ടോ? അതുപോലെ തന്നെയുള്ളൊരു വഞ്ചനയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. യുവതീ പ്രവേശനത്തിന് നിങ്ങൾ എതിരാണെന്ന് വരുത്താൻ വേണ്ടി ഒരു വഞ്ചന. രണ്ട് തരത്തിലും വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള സത്യവാങ്മൂലം കൊണ്ടിരിക്കുക. എന്താ? വോട്ട് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു കാർഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹിന്ദു വിരുദ്ധ കാർഡ്. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഹിന്ദു വിരുദ്ധ കാർഡ് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ പാർട്ടി കളിപ്പിക്കുകയാണ്. ചാടിക്കളിക്കടാ കുഞ്ഞിരാമ. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കറിയാം ഇതിവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളത്. പാർട്ടിക്കാർ ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. പോട്ടെ, നിങ്ങൾ തള്ളിവിടുന്നതാണ്. നല്ലവരാരും ഇവിടെ വേണ്ട. ഇവിടെ നമുക്ക് നരകം മതി, നരകത്തിലേക്ക് പോകാൻ യോഗ്യത ഉള്ളവർ മതി എന്നുള്ള മട്ടിലാണ്. അതിലൊരാൾ, ഏറ്റവും യോഗ്യനായ ആൾ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഗണേഷ് കുമാറാണ് നിങ്ങളുടെ ആരാധനാ വിഗ്രഹം, അയ്യപ്പൻ നിങ്ങളുടെ പരിഹാസപത്രമാണ്. ഒരു സ്ത്രീകളെ ഉപദ്രവിക്കാത്ത, അങ്ങനൊരു ചിന്ത മനസ്സിൽ പോലും കടന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. 5001 പ്രണയിനിമാരോടൊപ്പം രമിക്കുന്ന ഒരു മന്ത്രിയാണ് നിങ്ങൾ വെച്ചു വാഴിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹമാണ് നിങ്ങളുടെ ആരാധനാപാത്രം. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം നിങ്ങളുടെ സ്വഭാവമയ്യ ഇത്തരത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സഖാവേ, നിങ്ങൾ ഇത്തരത്തിലുള്ള വാക്കുകളല്ലേ നിങ്ങളുടെ വായിൽ നിന്ന് വരും. വികട സരസ്വതി എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ ഇന്ന് വരെ? നിങ്ങൾ പാവമൊക്കെയാണ്, കാര്യം ശരിയാണ്, സഹായമനസ്തുതി. പക്ഷേ ഈ വികട സരസ്വതി വരാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല. ആ ചെകുത്താൻ നിങ്ങളുടെ നാവിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്. ശബരിമലയിൽ ഒരിക്കലൊന്ന് ഇരുമുടിക്കെട്ടുമായിട്ടൊന്ന് പോയി വന്നിട്ട് നോക്കൂ, നിങ്ങൾ ഒരിക്കലും ഇത് പറയില്ല. അതാണ് ശബരിമലയുടെ പ്രസക്തി.
അല്ല സ്ത്രീകളെ അങ്ങോട്ട് ആകർഷിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവരെ കാണാനിരിക്കുന്ന ദൈവമല്ല അവിടെ ഉള്ളത്. അത് നിങ്ങളുടെ മന്ത്രിസഭയിലാണ് അങ്ങനെയുള്ളത്, നിങ്ങളുടെ പാർട്ടി ഓഫീസുകളിലാണുള്ളത്. നിങ്ങളിപ്പോൾ പറയുന്നുണ്ടല്ലോ PK ശശിയെ പറ്റി, അദ്ദേഹത്തിൻ്റെ ഗുണവധികാരത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അത്തരം ദൈവങ്ങളല്ല ഹിന്ദുക്കളിലുള്ളത്, മനസ്സിലായോ? 5000-ലധികം കാമികരുണ്ട്. അല്ല, ഈ കാമിക്കാത്തവരെല്ലാം പൊട്ടന്മാരാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആ മന്ത്രി വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി നിങ്ങൾ ജയിപ്പിക്കുകയാണല്ലോ. അത്തരത്തിലുള്ള ദൈവങ്ങളെ ഞങ്ങൾക്ക് വേണ്ട, അതാണ്, മനസ്സിലായില്ലേ? അത് തന്നെയാണ് ഹിന്ദുമതം. അങ്ങനെ ഉള്ള ഒരു മതമാണെന്നുള്ളതിൽ ഹിന്ദുക്കൾ അഭിമാനിക്കുന്നു. നിങ്ങളെ ഓർത്ത്, നിങ്ങൾ ഹിന്ദുക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായെന്നുള്ള ഓർത്ത് ഞങ്ങൾ ലജ്ജിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.